ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിനായി പ്രത്യേകമായി നീക്കിവെച്ചിരിക്കുന്ന ഈ മെയ് മാസത്തിൽ ഇന്ന് നാം ശ്രവിക്കുന്നത് കുറവലങ്ങാട്ട് മുത്തിയമ്മയെക്കുറിച്ചാണ്. കോട്ടയം ജില്ലയിലെ അതിപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് കുറവലങ്ങാട് മർത്താമറിയം ഫൊറോന ദേവാലയം. AD 335 ഇവിടെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് മുൻപിൽ പരിശുദ്ധ അമ്മ പ്രായമായ ഒരു മുത്തശ്ശിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വിശന്നു വലഞ്ഞ കുട്ടികൾക്ക് ഭക്ഷിക്കാൻ കല്ലുകളെ അപ്പമാക്കി നൽകുകയും ദാഹമകറ്റാൻ ഒരു നീരുറവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സന്തുഷ്ടരായ കുട്ടികൾ വീട്ടിൽ തിരിച്ചെത്തി മാതാപിതാക്കളെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞ് ഓടിയെത്തിയ മാതാപിതാക്കൾക്ക് മുൻപിൽ കുറവലങ്ങാട്ട് മുത്തിയമ്മ ഉണ്ണിയേശുവുമായി പ്രത്യക്ഷപ്പെടുകയും ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന കുറവലങ്ങാട് വലിയ പള്ളിയുടെ സ്ഥാനത്ത് ആദ്യ ദേവാലയം സ്ഥാപിതമാകുന്നത്. കുറവലങ്ങാട്ട് മുത്തിയമ്മ ദാഹിച്ചു വലഞ്ഞ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു എന്ന് കരുതപ്പെടുന്ന അത്ഭുത നീരുറവ പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ഇപ്പോഴും ഉണ്ട്. നാനാജാതി മതസ്ഥരായ ആളുകൾ ഇവിടെ നിന്ന് ജലം ശേഖരിക്കുകയും അതുവഴി അത്ഭുത രോഗശാന്തി നേടിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ കന്യാമറിയം ലോകത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആഗോള മരിയൻ തീർത്ഥാടനത്തിനും 3 നോമ്പിനോടനുബന്ധിച്ചുള്ള കപ്പൽ പ്രദർശനത്തിനും പ്രശസ്തമായ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പാലാ രൂപതയുടെ കീഴിലാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നതിനും അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നതിനും കുറവലങ്ങാട്ട് മുത്തിയമ്മ വഴിയായി ദൈവം നാം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി.